2025-ൽ ലാർജ് ക്യാപ് ആയി മാറാൻ സാധ്യതയുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകൾ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയുടെ വളർച്ചാ സാധ്യതയുള്ള പ്രധാന ഘടകങ്ങളായി മാറുന്നു. ഒരു മിഡ് ക്യാപ് ലാർജ് ക്യാപ് ആയി മാറുമ്പോൾ അത് മികച്ച കമ്പൗണ്ടിംഗ് റിട്ടേൺ നൽകുകയും പിന്നീട് പോർട്ട്ഫോളിയോയ്ക്ക് സ്ഥിരതയും വിശ്വാസ്യതയും നൽകുന്നു. ആ സമീകൃത വളർച്ചാ നിലപാടോടെ 2025-ൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ ക്ലബിലേക്ക് കടക്കാൻ സാധ്യതയുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ വിശദാംശം നോക്കാം. സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. ഖനനം, ഇൻഫ്രാസ്ട്രക്ചർ, നിർമ്മാണ വ്യവസായങ്ങൾ എന്നിവയിൽ പ്രയോഗങ്ങൾ കണ്ടെത്തുന്ന ബൾക്ക്, കാർട്രിഡ്ജ് സ്ഫോടകവസ്തുക്കൾ, ഡിറ്റനേറ്ററുകൾ, ഡിറ്റനേറ്റിംഗ് കോഡുകൾ, ഘടകങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ആഭ്യന്തര നിർമ്മാതാക്കളിൽ ഒന്നാണ് സോളാർ ഇൻഡസ്ട്രീസ്. പ്രതിരോധ മേഖലയ്ക്കായി ഉയർന്ന ഊർജ്ജ സ്ഫോടകവസ്തുക്കൾ, വിതരണ സംവിധാനങ്ങൾ, വെടിമരുന്ന് നിറയ്ക്കൽ, പൈറോസ് ഫ്യൂസ് എന്നിവ കമ്പനി നിർമ്മിക്കുന്നു. Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 73.15%, FIA 7.53%, DAA 12.68%, പബ്ലിക് 6.64%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 874, ഏണിംഗ് പെർ ഷെയർ 92.38, റേഷ്യോസ് 25.28. സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രതിരോധ കയറ്റുമതി മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഗണ്യമായ വളർച്ചാ സാധ്യത വാഗ്ദാനം ചെയ്യുന്നു. ഉൽപ്പന്ന നവീകരണം, ശക്തമായ ഓർഡർ ബുക്ക്, വിപുലമായ അന്താരാഷ്ട്ര സാന്നിധ്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കമ്പനി അവയുടെ മാർക്കറ്റ് പൊസിഷനിംഗ് മെച്ചപ്പെടുത്തുന്നത്. കയറ്റുമതി ഓർഡറുകൾ കൂടിയും ആഭ്യന്തര പ്രതിരോധ സാന്നിധ്യം ശക്തിപ്പെടുത്തിയും കമ്പനി മികച്ച വളർച്ച കൈവരിക്കുന്നു. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി 2039 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചതിനെ തുടർന്ന് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഓഹരികൾ ഉയർന്നു. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഇത് 80% ഉയർന്നു. ഒരു വർഷം 61% വർദ്ധിച്ചു. 30 ദിവസത്തെ ശരാശരിയുടെ 20 മടങ്ങ് ദിവസമാണ് ഇതുവരെയുള്ള മൊത്തം വ്യാപാരം. ആപേക്ഷിക ശക്തി സൂചിക 58 ആയിരുന്നു. സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ശക്തമായ ഓർഡർ ബുക്കും പ്രതിരോധ കയറ്റുമതി ബിസിനസ്സിൽ റെക്കോർഡ് വരുമാനവും നേടിയതാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ അറ്റാദായം 45% വർദ്ധിച്ച് 304 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30% വളർച്ചയോടെ എബിറ്റഡ മാർജിനുകൾ 27%-ത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. പുതിയ അന്താരാഷ്ട്ര വിപണികളിലേക്ക് പ്രവേശിക്കുകയും ഉയർന്ന മൂലധന ചെലവിൽ നിക്ഷേപിക്കുകയും ചെയ്ത സോളാർ കസാക്കിസ്ഥാൻ, തായ്ലൻഡ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കും. 2025-ൽ പ്രതിരോധ വരുമാനം 3 മടങ്ങ് വർദ്ധിക്കുകയും കമ്പനിയുടെ സംയോജിത വളർച്ച തന്ത്രം ലാർജ് ക്യാപ് പദവിയിലേക്ക് പ്രവേശന സാധ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ICICI Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ICICI Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ICICI ബാങ്ക് ലിമിറ്റഡും പ്രുഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡും തമ്മിലുള്ള സംയുക്ത സംരംഭമായി സ്ഥാപിതമായ ICICI Prudential ലൈഫ് ഇൻഷുറൻസിലും അസറ്റ് മാനേജ്മെന്റ് ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്നു. 2016-ൽ ആഭ്യന്തര സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയായി കമ്പനി മാറി. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 73.05%, FIA 12.98%, DAA 9.29%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 850, ഏണിംഗ് പെർ ഷെയർ 5.91, റേഷ്യോസ് 7.75. ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ലൈഫ് ഇൻഷുറായ ICICI Prudential ലൈഫ് ഇൻഷുറൻസിന് ICICI ബാങ്കും പ്രുഡൻഷ്യൽ PLCയും പിന്തുണ നൽകുന്നു. ലൈഫ് ഇൻഷുറൻസ് വ്യവസായത്തിൽ ശക്തമായി നിലകൊള്ളുന്ന പ്രധാന കമ്പനി സ്ഥിരമായ വളർച്ച പ്രകടമാക്കി.
2024 ശക്തമായ റീറ്റെയിൽ, ഗ്രൂപ്പ് ബിസിനസ് വളർച്ച എന്നിവയാൽ APE 26% മുതൽ 44 ബില്യൺ ആയി ഉയർന്നതായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. പുതിയ ബിസിനസ് പ്രീമിയം 2024 നവംബറിൽ 3222 കോടി രൂപയായി ഉയർന്നു. ഇത് ഗ്രൂപ്പ് ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധേയമായ ഡിമാൻഡ് കാണിക്കുന്നു. 3.2 ട്രില്യൺ രൂപയ്ക്ക് കീഴിൽ വളരുന്ന ആസ്തി സ്ഥിരതയുള്ള VNB മാർജിൻ 23.7%, സ്റ്റോക്ക് പ്രതിരോധ ശേഷിയും വളർച്ചാ സാധ്യതയും പ്രതിഫലിപ്പിക്കുന്നു. കമ്പനിയുടെ വിപുലീകരിച്ച വിതരണ ശൃംഖലയും ഉൽപ്പന്ന ഓഫറുകളും വഴി റീറ്റെയിൽ പ്രൊട്ടക്ഷൻ APE 17% വളർച്ച നേടി. APE വളർച്ചയും ആരോഗ്യകരമായ മാർജിൻ നിലനിർത്തുന്നതിനെയും ആശ്രയിച്ചുള്ള സമ്പൂർണ്ണ VNB വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന്റെ വളർച്ച നിലനിർത്താനാണ് ഇൻഷുറൻസ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇൻഷുറൻസ് വ്യാപനം വർദ്ധിക്കുകയും കമ്പനി ശരിയായ മുൻകൈകൾ എടുക്കുകയും ചെയ്യുന്നതിനാൽ ഇന്ത്യയിലെ ഇൻഷുറൻസിന്റെ വൻ ഡിമാൻഡ് നിറവേറ്റിക്കൊണ്ട് ഉടൻ തന്നെ ഇത് ഒരു ലാർജ് ക്യാപ്പിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് 1999 സംയോജിപ്പിച്ച HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ നൽകുന്നു. മൊത്തം 4.08 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നത്. ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും അബ്രത്ൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭത്തോടെയാണ് കമ്പനി പിറവിയെടുത്തത്. കമ്പനി 2018-19 പബ്ലിക് ഓഫറുമായി എത്തി. തുടർന്ന് 2018 ഇത് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായി. ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓഹരിയുടമകൾ ഇതിൽ നേരത്തെ നിക്ഷേപിച്ചവരാണ്, അതായത് HDFC ലിമിറ്റഡ്, അബ്രത്ൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്. ഈ 2 കമ്പനികൾക്കും യഥാക്രമം 52.6%, 16.2% ഓഹരികൾ കമ്പനിയിൽ ഉണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 52.21%, FII 21.55%, DA 16.92%, പബ്ലിക് 9.01%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1942, ഏണിംഗ് പെർ ഷെയർ 91, റേഷ്യോസ് 27.45. മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിലെ നേതൃത്വവും SIP നിക്ഷേപങ്ങളിലെ സ്ഥിരമായ ശ്രദ്ധയും മൂലം HDFC AMC ശക്തമായ വളർച്ച പ്രകടമാക്കി. സജീവമായി കൈകാര്യം ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും ബദൽ നിക്ഷേപങ്ങളിലും അന്താരാഷ്ട്ര വിപണികളിലും വർദ്ധിച്ചുവരുന്ന വിപണി വിഹിതം ദീർഘകാല വളർച്ചയ്ക്കുള്ള അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. 2024 ഡിസംബർ 10 സ്റ്റോക്ക് അതിന്റെ 50 ദിവസത്തിനും 200 ദിനത്തിനും മൂവിംഗ് ആവറേജിനു മുകളിൽ വ്യാപാരം നടത്തി. ഇത് ഒരു ബുള്ളിഷ് പ്രവണതയെ സൂചിപ്പിക്കുന്നു. ഇത് സമീപകാലത്ത് മുകളിലേക്ക് നീങ്ങാനുള്ള ശക്തമായ ആക്കം, സാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്നു. 2024 സെപ്റ്റംബറിൽ $245 ബില്യൺ റെക്കോർഡ് SIP സംഭാവനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിന്റെ ചരിത്രപരമായ ഉയർന്ന നിരക്കാണ്. 2024 ക്വാർട്ടർ 2 കമ്പനിയുടെ അറ്റാദായം 32% വർദ്ധിച്ച് 5,769 മില്യൺ രൂപയായി. വാർഷിക വരുമാനം 38% വർദ്ധിച്ച് 8,873 മില്യൺ രൂപയിലെത്തി. പ്രവർത്തന ലാഭം 47% ഉയർന്ന് 6,881 മില്യൺ ആയി. ആഗോള നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും ഇന്ത്യൻ ക്ലയന്റുകൾക്ക് അന്താരാഷ്ട്ര നിക്ഷേപ അവസരങ്ങൾ നൽകുന്നതിനുമായി 2023 ഓഗസ്റ്റിൽ അതിന്റെ ഗിഫ്റ്റ് സിറ്റി ഓഫീസ് ആരംഭിച്ചു. ഓഹരിയുടെ ബുള്ളിഷ് സൂചകങ്ങളും സ്ഥിരമായ വരുമാന വളർച്ചയും ദീർഘകാല നിക്ഷേപകർക്ക് ഇതിനെ ആകർഷകമായ ഓപ്ഷനാക്കി മാറ്റുന്നു. തന്ത്രപരമായ വൈവിധ്യവൽക്കരണവും നൂതനമായ സമീപനങ്ങളും മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിൽ അതിന്റെ മത്സരക്ഷമത ഉറപ്പാക്കുന്നു. പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ വിപുലീകരണത്തിന് കാര്യമായ വളർച്ചാ സാധ്യതയുണ്ട്. സാമ്പത്തികവൽക്കരണ പ്രവണത സ്വീകരിക്കുന്നതിലൂടെ മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പിലേക്ക് മാറാൻ കമ്പനി മികച്ചതാണ്. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.
കൺക്ലൂഷൻ 2025-ൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ ചാഞ്ചാട്ടത്തിനും ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ വളർച്ചയ്ക്കും ഇടയിൽ നിക്ഷേപകർക്ക് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ അവസരം നൽകുന്നു. സോളാർ ഇൻഡസ്ട്രീസ്, ICICI Prudential, HDFC AMC തുടങ്ങിയ മിഡ് ക്യാപ് മേഖലയിൽ ശക്തമായ വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ ലാർജ് ക്യാപ് സ്റ്റാറ്റസിലേക്ക് മാറാനും സാധ്യതയുള്ളവയുമാണ്. എന്നിരുന്നാലും മിഡ് ക്യാപ്സിൽ നിക്ഷേപിക്കുന്നതിന് ഫിനാൻഷ്യൽ ഹെൽത്ത്, മാനേജ്മെന്റ് ക്വാളിറ്റി, കോർപ്പറേറ്റ് ഗവർണൻസ് എന്നിവയിൽ ശ്രദ്ധ ആവശ്യമാണ്. ഫൈനാൻഷ്യലൈസേഷൻ ട്രെൻഡ് സ്വീകരിക്കുന്നതിലൂടെ മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പിലേക്ക് മാറാൻ ഈ സ്റ്റോക്കുകൾ മികച്ച സ്ഥാനത്താണ്. Thank you.